ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഫൈൻ. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടം വരെ എത്തി? നമ്മൾ പരിചയപ്പെടുകയാണ്. ഇംഗ്ലീഷ് ഗ്രാമറിനെ നമ്മൾ പരിചയപ്പെടുന്നേ ഉള്ളൂ. പരിചയപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി നൗൺ എന്താണ്, നാമം, പേരുകൾ, വെർബ് എന്താണെന്ന് മനസ്സിലായി. അതായത് ക്രിയകൾ, പ്രവൃത്തികളല്ല, പ്രവൃത്തിയെപ്പറ്റി പറയുന്ന പദങ്ങൾ, അതാണ് ക്രിയകൾ എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി. അഡ്ജക്റ്റീവ് നാമത്തിനെ വിശേഷിപ്പിക്കുക. നമ്മൾ പറയല്ലേ, സുന്ദരനായ നടൻ, സുന്ദരൻ എന്നുള്ളത് ഒരു നാമവിശേഷണമാണ്. സുന്ദരൻ അല്ലെ സുന്ദരി, അതൊരു നാമവിശേഷണമാണ്. അതുപോലെ അഡ്വർബ്, ക്രിയാവിശേഷണം. നമ്മൾ പറയല്ലേ, ഒരു ഓടുന്ന കുട്ടിയെപ്പറ്റി വേഗത്തിൽ ഓടുന്നു. ആ വേഗത്തിൽ എങ്ങനെ ഓടുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ക്രിയകളെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രിയകളെ പറ്റി പറയുന്ന ആ വാക്കുകളാണ് അഡ്വർബ്. ഇതൊക്കെ പരിചയപ്പെടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ വേറെ കിടപ്പുണ്ട്, അത് പിന്നീട് പറയാം. അതിനുശേഷം നമ്മളെന്താ, പ്രിപ്പോസിഷൻസ്. അതായത് മലയാളത്തിൽ നമുക്കുള്ളത് പ്രത്യയങ്ങൾ. അതിന് പകരം നമുക്ക് ഇംഗ്ലീഷിലുള്ളത് പ്രിപ്പോസിഷൻസ്. ഇൻ, ഓൺ, കുറേ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ. അതൊക്കെ നമ്മൾ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചത്. ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഒരു മുട്ട അത് എവിടെയായിരിക്കുന്നത്? ഇൻ ദ ബോക്സ്. അല്ല, ശരിയല്ലേ? അതുപോലെ ഒരു ഷെൽഫ്, ഒരു ബോൾ ഓൺ ദ ഷെൽഫ്. ഷെൽഫ് ഇപ്പം സംഗതി എവിടെയാണെന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾസ് കണ്ടു. ആർട്ടിക്കിൾസ് അത് നമുക്ക് മലയാളത്തിൽ ഇല്ലാത്തതാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 3 ചെറിയ വാക്കുകളുണ്ട്. അത് എ, ആൻ, രണ്ടിൻ്റെ അർത്ഥം ഒരു എന്നാണ്. ദ എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എണ്ണാവുന്ന നാമങ്ങൾ, എണ്ണാൻ പറ്റിയല്ലാത്ത നാമങ്ങളുമുണ്ട്. അതായത് കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ, കൗണ്ട് ചെയ്യാന്ന് പറയല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടേബിൾ, പക്ഷെ അരി നമുക്ക് എണ്ണത്തില്ല. റൈസ് എന്ന് പറയത്തില്ല. അപ്പം എണ്ണാവുന്ന നാമങ്ങൾ, അതും ഒന്നായിരിക്കണം. സിംഗുലർ എന്ന് പറയല്ലേ, കേട്ടിട്ടില്ല? സിംഗിൾ. കല്യാണം കഴിക്കാത്ത ഒരാൾ അതിനെപ്പറ്റി പറയുന്നതാണ് സിംഗിൾ. അത് ഒറ്റയാനാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പം ഒരു നൗണിൻ്റെ തൊട്ട് മുമ്പ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണമെങ്കിൽ ആ നൗൺ അല്ലെങ്കിൽ ആ നാമം എണ്ണാവുന്നതായിരിക്കണം, ഒറ്റയായിരിക്കണം. സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാവുന്ന. പാൽ എണ്ണത്തില്ല. ഇപ്പം മിൽക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, മിൽക്ക് പറയാൻ പറ്റിയില്ല. മനസ്സിലായോ? അതുപോലെ അന്ന് വെള്ളം എണ്ണത്തില്ലല്ലോ. എത്ര വെള്ളം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം വാട്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഞാൻ എല്ലാം കൂടെ പറയാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ അത് പറയാതിരുന്നത്. അപ്പം അല്ലെങ്കിൽ ആൻ, അർത്ഥം ഒരു. അത് ഇംഗ്ലീഷിൽ ഏകവചന എണ്ണാവുന്ന നാമങ്ങൾ അതിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പറയാം, എൻ്റെ പേര് പറയാം. നിങ്ങളുടെ പേരിപ്പം നിങ്ങളുടെ പേരെന്താ? പ്രസാദ്. അപ്പം പ്രസാദ് പറയേണ്ട കാര്യമില്ല. കാരണം എന്നാണെന്നറിയാം, ശരിയാണ്, ഏകവചനമാണ്, അതുപോലെ എണ്ണാവുന്നതുമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കില്ല. കാരണം എന്താ? പ്രസാദ് എണ്ണേണ്ട കാര്യമില്ല. പ്രസാദ് എന്ന് പറയണം. ഒരു പ്രസാദ് എന്ന് പറയേണ്ട കാര്യമുണ്ട്. പ്രസാദ് ഒന്നേ ഉള്ളൂ. അതായത് ആളുകളുടെ പേര്, രാജ്യത്തിൻ്റെ പേര്, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കില്ല. ആൻ ഇന്ത്യ എന്ന് പറയല്ല. ആൻ ഇന്ത്യ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു ഇന്ത്യ. അതായത് വേറെ ഒത്തിരി ഇന്ത്യ ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് കൊച്ചു കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി, നമ്മൾ തെറ്റുവരുത്തിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞു ആൻ രണ്ടും വന്ന് ഒരു എന്നർത്ഥം. പക്ഷേ ആൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ചില വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ, ഈ സ്വരാക്ഷരങ്ങൾ കൊണ്ട്
അങ്ങനത്തെ സൗണ്ട് ഉണ്ടല്ലോ, ആ അങ്ങനെയുള്ള സൗണ്ട്, ആ ഈ വരെയുള്ള നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിലാണ് ആൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണം ആൻ എഗ്, ആൻ ഓറഞ്ച്, ആൻ നമ്മൾ പറയല്ലേ, ചിലപ്പോൾ അരിശം വരുമ്പോഴൊക്കെ പറയല്ലേ, അരിശം വരുമ്പോൾ ഇഡിയറ്റ് എന്നൊക്കെ പറയല്ലേ, ആൻ ഇഡിയറ്റ് അങ്ങനെ പറയും. ഇഡിയറ്റ് എന്നല്ല, ആൻ ഇഡിയറ്റ്. മനസ്സിലായോ? അതാണ് ആനും എയും തമ്മിലുള്ള. പക്ഷെ രണ്ടിൻ്റെ അർത്ഥം ഒരു എന്നാണ്. രണ്ടും ഉപയോഗിക്കുന്നതിന് ഏകവചന എണ്ണാവുന്ന നാമങ്ങൾ ആയിരിക്കണം. തൽക്കാലം ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതേപ്പറ്റി പിന്നീട് പറയാനുണ്ട്, അത് നമുക്ക് അന്നേരം പറയാം. ഓൾറൈറ്റ്. ഇനി നമ്മളിപ്പം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളാണ് ഫ്രേസ്. PHRASE, ഫ്രേസ് എന്ന് പറഞ്ഞു നോക്കിയേ. ഫ്രേസ്, PHRASE. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകളുടെ ഒരു കൂട്ടം. ഒരു വാക്കാണെങ്കിലും അതിനെ ഫ്രേസ് എന്ന് പറയാം. അതിന് കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒന്നിലധികമോ ഉള്ള വാക്കുകളുടെ ഒരു കൂട്ടം, അതിനൊരർത്ഥം. ആ അർത്ഥം ആയിരിക്കില്ല. അപ്പം അപൂർണമായ അർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടം വാക്കുകൾ ഒന്നിച്ചു വരുമ്പോഴാണ് ഒരർത്ഥം ഉണ്ടായിന്, അതിനെ നമ്മൾ ഫ്രേസ് എന്ന് പറയും. നമ്മൾ ഇതിനകത്ത് നോക്കി, എ ലയൺ അർത്ഥമില്ലേ? രണ്ട് വാക്കുകളുണ്ടായിരുന്നു, ഒന്ന് എ മറ്റൊരു ലയൺ, ഒരു സിംഹം. അത് നമ്മുടെ മലയാളത്തിലുണ്ട് ഫ്രേസ് എന്നുള്ളത്. ഇങ്ങനെ ഒരു കൂട്ടം വാക്കുകൾ. എ ലയൺ ഇൻ ദ ഫോറസ്റ്റ്, 1, 2, 3, 4, 5 വാക്കുകളുണ്ട്. പക്ഷെ അതും ഫ്രേസാണ്. കാരണം അതിൻ്റെ അർത്ഥം പൂർണ്ണമല്ല. എ ലയൺ ഇൻ ദ ഫോറസ്റ്റ്. അടുത്ത നോക്കി, എ ലയൺ ഇൻ ദ ഫോറസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ. 1, 2, 3, 4, 5, 6, 7 വാക്കുകളുണ്ട്. അപ്പം ഫ്രേസിന് ഇങ്ങനെ ലിമിറ്റില്ല. ഒരു ഫ്രേസ് ഒരു ഒറ്റ വാക്കേ ഉള്ളെങ്കിലും അതിനെ ഫ്രേസ് എന്ന് പറയും. കാരണം അതിന് സാധ്യതയുണ്ട് അതിനെ വികസിപ്പിക്കാൻ. അതുകൊണ്ട് ഒരു വാക്കേ ഉള്ളെങ്കിലും അതിൻ്റെ കൂടെ വേറെ വാക്കുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് ആ ഒരു വാക്കിനെ പോലും നമ്മൾ പറയുന്നത് ഫ്രേസ് എന്നാണ്. ഇപ്പം ലയൺ എന്ന് മാത്രമാണ് അതൊരു ഫ്രേസാണ്. കാരണം എന്താ? അതിൻ്റെ കൂടെ ബാക്കി വേറെ വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റും, സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ കണ്ടിട്ട് നമുക്ക് പറയത്തില്ലേ, ഓ മാൻ അങ്ങനെ പറയത്തില്ല. പിന്നെ ഒരു പുരുഷനാണ്, അല്ല ഒരു മനുഷ്യനാകാൻ പോകുന്നു. ഒരു കുട്ടി, ഒരു 2 വയസ്സോ 3 വയസ്സുള്ള കുട്ടിയെ വേണമെങ്കിൽ പറയാം മാൻ എന്ന് വിളിക്കാം. കാരണം എന്താ? ഇപ്പം മാൻ അല്ല, സാധ്യതയുണ്ട് വളർന്ന് വലുതാകുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ ഇംഗ്ലീഷിൽ ഒരു വാക്കാണെങ്കിലും അതിനെ ഫ്രേസ് എന്ന് വിളിക്കാം. കാരണം അതിനെ വലുതാക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ തുടങ്ങുകയാണ് ലയൺ, അതിനെ പിന്നെ വലുതാക്കുകയാണ് എ ലയൺ. ബാക്കി വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. എ ലയൺ ഇൻ ദ ഫോറസ്റ്റ് ഉണ്ടോ? സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? ലയൺ, ഒറ്റ വാക്കാണ്. അതിനെ ഫ്രേസ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ്? അതിനെ വലുതാക്കാനുള്ള സാധ്യതയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ലയൺ ഇൻ ദ ഫോറസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ, അതും ഒരു ഫ്രേസാണ്. ഇത്രയും 7 വാക്കുകളുണ്ട്, അതും ഒരു ഫ്രേസാണ്. അതുപോലെ ദ ബുക്ക്, അല്ലെ വെറുതെ ബുക്ക്, അത് ഫ്രേസാണ്. കാരണം എന്താ? അതിൻ്റെ കൂടെ എന്താ ചേർക്കാൻ പറ്റും, അതുകൊണ്ട് ദ ബുക്ക്, അല്ലെങ്കിൽ എ ചേർക്കാൻ പറ്റും, എ ബുക്ക്. അടുത്താണല്ലോ ദ ബുക്ക് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഓൺ ദ ടേബിൾ, ആ ബുക്കിൻ്റെ കൂടെ നമ്മൾ വേറെ സാധ്യതകളാണ്, വേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതിനെ ഫ്രേസ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിലാവുന്നു? അതാണ് എൻ്റെ കാര്യം. ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക, അത് ചെറുതായിട്ട് കണ്ടിച്ചു ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ പറയാം ഇതൊരു കറിയാണ്. അത് കറി എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ്? അതിന് കറി നല്ലൊരു കറിയാകാനുള്ള സാധ്യതയുണ്ട്. അതിനോട് ഇച്ചിരി ഉള്ളിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞളും ശകലം മുളകും എല്ലാം കൂടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ അത് കറിയായി.
അതുകൊണ്ട് ഈ ഒരു വെണ്ടയ്ക്ക കണ്ടിട്ട് വേണമെങ്കിൽ അതിനെ വിളിക്കാവോ ഒരു കറി എന്ന് പറയാം. കാര്യം എന്നാണ്? കാരണം അതിനൊരു സാധ്യതയുണ്ട്. എന്താ സാധ്യത? ഭാവിയിൽ ഒരു കറി ആകാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതും ഓൺ ദ ടേബിൾ. അതുപോലെ ദ ബുക്ക് ഓൺ ദ ടേബിൾ നിയർ ദ പോട്ട്സ്. എത്ര വാക്കുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 വാക്കുകളുണ്ട്. പക്ഷേ വെറുതെ ബുക്ക് എന്ന് പറഞ്ഞാലും ഫ്രേസാണ്. കാരണം ബുക്കിന് ഒരു വലുതായി ഒരു വികസിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു വാക്കുകൾ അതിൻ്റെ കൂടെ ചേർക്കുമ്പം അതിങ്ങനെ വികസിച്ച് വരുന്നുണ്ട്. അതിനെ ഫ്രേസ് എന്ന് പറയും. ആൻ എഗ്ഗ് ഉണ്ടോ? വെറുതെ എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഫ്രേസാണ്. കാരണം ഈ പറഞ്ഞ കാരണം സാധ്യത. ആൻ എഗ്ഗ് ഇൻ ദി ബോക്സ് അതൊരു ഫ്രേസാണ്. എ ബേർഡ് ഫ്രേസ്. എ സിംഗിങ് ബേർഡ് ഫ്രേസ്. പക്ഷേ ഇതിനകത്തൊക്കെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് പൂർണ്ണ അർത്ഥമല്ല, അർത്ഥം പൂർണ്ണമല്ല, അപൂർണ അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളെയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകളെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിനൊരു സാധ്യതയുണ്ട് ഫ്രേസാകാൻ. അതുകൊണ്ട് അതിനെയും ഫ്രേസ് എന്ന് പറയുന്നത്. അതുപോലെയാണ് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് സംഭവിച്ച് കാണും. എന്ത് സംഭവിച്ച് കാണും നമ്മൾ പറയുന്നില്ല. അതുപോലെ ഈസ് ബീയിങ് ഡൺ ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാവ് ബീൻ ഡൂയിങ് ഒരു സംഭവം നടത്തി കഴിഞ്ഞു. തുടർന്നുകൊണ്ടിരുന്ന ഒരു സംഭവം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. വാസ് ഈറ്റിംഗ്. വെറുതെ വാസ് എന്ന് പറഞ്ഞാലും അതൊരു ഫ്രേസാണ്. കാരണം അതിനെ വലുതാക്കാൻ പറ്റും. വാസ് ഈറ്റിംഗ് എ മാംഗോ. വാസ് ഈറ്റിംഗ് എ മാംഗോ പ്ലക്ഡ് ഫ്രം എ ട്രീ. ഒരു മാങ്ങ മാവിൽ നിന്നും പറിച്ച് തിന്നുകൊണ്ടിരുന്നു എന്നാണ്. വാസ് ഈറ്റിംഗ് എന്ന് തിന്നുകൊണ്ടിരുന്നു. പഴയ കാര്യം പറയാണ്. ആർ ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വേർ ഡൂയിങ് ചെയ്ത് കഴിഞ്ഞ കാര്യം, ചെയ്തുകൊണ്ടിരുന്ന കാര്യം കഴിഞ്ഞു എന്നുള്ളതാണ് വേർ ഡൂയിങ്. പക്ഷെ ഇതൊന്നും പൂർണ്ണ അർത്ഥമല്ല. അതുകൊണ്ടാണ് ഇൻ ദ മോർണിംഗ് രാവിലെ. ഇപ്പം നമ്മൾ പറയാം രാവിലെ എന്ന് പറയുന്ന ഒരു പൂർണ്ണ അർത്ഥമില്ലല്ലോ. അതുപോലെ ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് വിത്ത് ദ ഗോൾഡ് റിങ് ഒരു സ്വർണം ഇവിടെ എഴുതിയിട്ടുണ്ട്. വിത്ത് ദ ഗോൾഡ് റിങ് സ്വർണ്ണ റിങ്ങോട് കൂടിയ ഒരു മോതിരത്തോട് കൂടിയ. അതുപോലെ തന്നെ ഇത് ഫോർ എ ലോങ് വാക്ക് ഒരു സ്വല്പ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു നടപ്പ്. ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം എന്താണ്? ഫ്രേസ്. PHRAC ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫ്രേസ് എന്ന് പറയുന്നത്? കാരണം അത് ഒരു പൂർണ്ണ അർത്ഥം തരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതൊരു ഒറ്റ വാക്കോ അല്ലെങ്കിൽ വാക്കുകളുടെ കൂട്ടമോ ആണ്. ഞാൻ ഒറ്റ വാക്കായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. പക്ഷെ തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കുക. ഒരു സിംഗിൾ വേർഡാണെങ്കിലും അതിനെ ഫ്രേസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? അതിനെ വികസിപ്പിച്ച് അതിൻ്റെ കൂടെ മറ്റു വാക്കുകൾ ചേർത്ത് അതിനെ വികസിപ്പിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതിനെ ഫ്രേസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് എ ലയൺ ഇൻ ദ ഫോറസ്റ്റ്, എ ജമ്പിങ് ലയൺ, എ ഡാൻസിങ് ലയൺ, എ റോറിങ് ലയൺ. റോറിങ് ROARING റോറിങ് അലറുന്ന സിംഹം. സിംഹം ഒരു അലറുന്ന സിംഹം. നമ്മൾ സിംഹം എന്ന് പറയുമ്പം അതൊരു നാമമാണ്. ആ നാമത്തിനെ നമുക്ക് വലുതാക്കാൻ പറ്റും വേറെ കുറേ വാക്കുകൾ ചേർത്ത്. ഓടുന്ന സിംഹം, ഓടിക്കൊണ്ട് അലറുന്ന സിംഹം, ഓടിക്കൊണ്ട് അലറി ഇരയെ പിടിക്കുന്ന സിംഹം ഉണ്ടോ? ആ സിംഹത്തിനെ നമുക്ക് പല രീതിയിൽ ഇങ്ങനെ വലുതാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒറ്റ വാക്കാണെങ്കിലും അതിനെ നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. കാരണം ആ സാധ്യതയാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഒരു സെൻറ്റൻസിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് ഞാൻ നാളെ പറയാം.
അതിനകത്ത് ഒരു 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 സെൻറ്റൻസ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാക്യം തുടങ്ങുന്ന കാര്യം അതൊക്കെ നമുക്ക് നാളെ പറയാം. ഇന്നിപ്പം ഫ്രേസ് വരെയായി. നമ്മൾ തുടങ്ങിയത് ഇവിടുന്ന നാമം ക്രിയ, നാമം നൗൺ, ക്രിയ വെർബ്, അഡ്ജക്റ്റീവ് നാമവിശേഷണം, അഡ്വർബ് ക്രിയാവിശേഷണം, പ്രിപ്പോസിഷൻസ് സ്ഥലങ്ങൾ കാണിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ. അതിന് പ്രിപ്പോസിഷൻ എന്ന് പറയാൻ പ്രീ എന്ന് പറഞ്ഞതിന് കാരണം ഏതിനോട് ചേർന്നാണ് അതിന് മുമ്പായിരിക്കും അത് എഴുതുക. അപ്പോൾ ഇത് ഇവിടെ തന്നില്ലേ, നമ്മൾ കണ്ടില്ലേ, ഇത് ഓൺ ദ ബുക്ക്, ഓൺ ദ ബുക്ക് ഓൺ ദ ടേബിൾ, ടേബിളിനോട് ചേർന്നായിരിക്കുന്നു, ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ ഒരു സഹായിയായിട്ടാണ് ഓൺ നിൽക്കുന്നത്. അതുകൊണ്ട് ടേബിളിന് മുമ്പ് ആർട്ടിക്കിൾ വേണം, അതാണ് ഓൺ ദ ടേബിൾ എന്നുള്ളത്. ഓൺ ടേബിൾ എന്ന് പറയുക, ടേബിൾ എണ്ണാവുന്നതാണ്, ഇത് നമുക്ക് അറിയാവുന്ന ടേബിളാണ്. അറിയാവുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഉപയോഗിക്കണം, അതല്ലേ. എക്സാമ്പിൾ ഓർക്കുന്നില്ലേ, ദർ വാസ് എ കിങ്, ദ കിങ് വാസ് എന്നാ പറയുന്നത്. ആദ്യം ദർ വാസ് എ കിങ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ എടുത്തതല്ലേ. അത് പിന്നെ പറയുമ്പം നമുക്ക് അറിയാം, അതുകൊണ്ട് നമ്മൾ പറയും ദ കിങ്. ദ കിങ് വാസ് എ യൂസ്ലെസ് ഫെല്ലോ അല്ലേ, അല്ലെങ്കിൽ ദ കിങ് വാസ് വെരി ഏബിൾ, ഓർ ദ കിങ് വാസ് വെരി ഹാൻസം എന്നൊക്കെ നമ്മൾ പറയും. ദ കിങ് വാസ് വെരി ഓൾഡ്. അങ്ങനെ ആ രണ്ടാമത്തെ കിങ് വരുമ്പോൾ നമ്മൾ പറയും നമുക്ക്, കാരണം നമുക്ക് അറിയാവുന്ന, അതുകൊണ്ട് അങ്ങനെ പോകും. അപ്പം ഇന്നത്തെ ഒരൊറ്റ കാര്യം ഇത്രയും ഓർത്താൽ മതി. എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടിസിപ്പിൾസ് പഠിച്ചു. പാർട്ടിസിപ്പിൾ അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ING. അതും മലയാളത്തിൽ നമുക്കില്ലാത്തതാണ് ING ചേർത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്. ഇപ്പം ഏതാണ്ട് അതിനോട് സാമ്യമുള്ളതായിട്ട് അതൊരു ഒന്നിച്ച് പറഞ്ഞെങ്കിലേ അത് ഒക്കത്തുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്നു, വേറൊരു രീതിയിലാണ് അത് പറയേണ്ടത്, അത് പിന്നീട് പറയും. ഓക്കെ, പല സംഗതികൾ ഞാൻ പിന്നീടെന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന, പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞു തരും, പേടിക്കാനും തരും. ഓക്കെ, റൈറ്റ്. അപ്പോൾ എങ്ങനെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഓർക്കുന്നത് എന്നാ, ഫ്രേസ്. എന്താണ് ഫ്രേസ്? ഒരു കൂട്ടം വാക്കുകൾ. അതിൻ്റെ പ്രത്യേകത എന്നാണ്? അതിൻ്റെ അർത്ഥം പൂർണ്ണമല്ല എന്ന് അപൂർണമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഒറ്റ വാക്കാണെങ്കിലും അതിന് ഫ്രേസ് എന്ന് പറയാം. കാരണം അതിന് വലുതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പം ഇത്രയും മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് കുറേ ഫ്രേസുകൾ അങ്ങ് എഴുതി ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്കറിയാവുന്ന, ഞാനിപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ക്യാറ്റ് ഫ്രേസാണ്. എ ബ്ലാക്ക് ക്യാറ്റ്, a black cat stealing milk. A black cat stealing milk kept on the table. A black cat stealing milk kept on the table near the shelf. A black cat stealing milk, drinking milk. Milk kept on the table near the shelf by the wall. അങ്ങനെ ആ ക്യാറ്റിനെ നമ്മളിങ്ങനെ വളർത്തി വന്നിട്ട് ഇത്രയും വലിയൊരു ഫ്രേസായി. ഇതുകൊണ്ടാണ് ക്യാറ്റ് എന്ന് പറഞ്ഞാലും ഫ്രേസാണെന്ന് പറയാൻ കാരണം. സംഗതി ക്ലിയർ ആയില്ലേ? സോ ബൈ, സീ യു അഗെയിൻ.